എത്തിക്കഴിഞ്ഞു. എന്താണ് എന്തോ അങ്ങനെ പറയും, വസാറിൻ്റെ ലോകം. അത് ശരിയാണ്. അതന്നെ ഇതാ അയ്യോ അടിക്കാണ്. JCBക്കും പിന്നെ മാർഷനും വളരെ അപകടം പിടിച്ച അവസ്ഥയാണ് ഇപ്പോൾ. നിങ്ങളത് രക്ഷിക്കാനായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണിത്. ഞങ്ങൾ മൊത്തം യുദ്ധം ചെയ്യാൻ പോയത്. എല്ലാവരും ഇല്ലേ ഇവിടെ? അതെ, നീ ഒരിക്കലും പഠിക്കും ജെറ്റ്. ഞാനാണ് ലീഡ് ചെയ്തിട്ട് എല്ലാവരും ഇവിടെ കൊണ്ടുവന്നത്. സൂപ്പർ ഡോളേഴ്സ്, താങ്ക് യു. പിന്നെ ഓക്കെ, ഞാൻ പോകണോ? അപ്പോൾ സൈഡിലേക്കാണ് വരുന്നത്. കുഴിയിൽ ചാടാനോ? അതെ അതിൽ കൂടി ഞാൻ വസാലിൻ്റെ ലോകം. പേടിയാവണോ? കുഴപ്പമില്ല, ഞാനുള്ള പേടിക്കണ്ട. ഡോളേഴ്സുകൾ ലീഡ് ചെയ്യും. പിന്നെ കുഴിയിൽ ചാടിക്കഴിഞ്ഞിട്ട് ഒരു വെള്ള സ്ഥലത്തിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് മരം കാണാം. ആ മരം കണ്ടില്ലെങ്കിൽ ആലോചിച്ചോളൂ, മരത്തിൻ്റെ ഉള്ളിലുള്ള രാക്ഷസൻ പുറത്ത് വന്നത്. എന്ത് രാക്ഷസനോ? അതെ നിങ്ങളിവിടെ വരുന്ന കാര്യം രാക്ഷസൻ പറഞ്ഞാൽ ആ മരം രാക്ഷസനായിട്ട് നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ വരും. നിങ്ങൾ തന്ന മുഴുവൻ ശക്തിയും നിങ്ങൾ ഉപയോഗിക്കണം. അത് വെച്ചിട്ട് അവനെ നിങ്ങൾ കീഴടക്കിയിട്ട് എല്ലാ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഞങ്ങൾ റീമാതിനെ അവിടെ കൈകാര്യം ചെയ്യും. അപ്പോൾ ശരി അല്ലേ? അവിടെ റീമാതിൻ്റെ യുദ്ധം, ഇവിടെ വസാറിൻ്റെയും. ഓക്കെ, പോണു. ബൈ. എന്നെ ഫോളോ ചെയ്യൂ. എന്ത് സംഭവിച്ചു? ഇവിടെ മരം ഉണ്ടാകണമല്ലോ. ജെറ്റ് പറഞ്ഞ പോലെ തന്നെ ആയോ എന്നല്ല, ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഞാനാണ് വസാര, എന്നെ പരിചയപ്പെട്ടോളൂ. ഏത് വസാരയാണെങ്കിലും ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. എല്ലാവരും പറയൂ. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നെ പേടിയില്ല. ശരി, ഇപ്പോൾ പേടി ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പോൾ പേടി വന്നോ? ഇതേപോലത്തെ വിധികൾ കണ്ടിട്ട് ഞങ്ങൾക്ക് മാജിക്കൽ. അയ്യോ, ഞാൻ ഇൻവിസിബിൾ, ഞങ്ങളുടെ വിസിബിളായി. ഇവരെന്ത് മായച്ചാലക്കാരാണ്? നിങ്ങളെന്തിനാ അവിടേക്ക് വന്നത് കണ്ട് അറിയില്ലേ? ഞങ്ങളുടെ യെല്ലോ പവേഴ്സ് എടുക്കാനാണ് വന്നത്. അത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം യെല്ലോ പവേഴ്സ് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആരും ഇതുവരെ യെല്ലോ പവേഴ്സ് എടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ സ്പെഷ്യലല്ല. ആരും തന്നെ എടുത്തിട്ടില്ല. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ എന്താ നടക്കുമ്പോന്ന് എനിക്കറിയില്ലല്ലോ. എല്ലാ പോസ് വന്നു തുടങ്ങി. അയ്യോ, എന്റെ മാത്രം പവേഴ്സ് പോരാ, നിങ്ങൾ എല്ലാവരുടെയും പവേഴ്സ് വേണം. ഈ വസാലിനെ തോൽപ്പിക്കാൻ നമ്മൾക്ക് എളുപ്പമാണ്. നമ്മൾ ഇതിനു മുമ്പ് എത്ര പേരിനെ നേടിയിട്ടുണ്ട്. പിന്നെ ഈ വസാലിന് ആരാണ്? അത് ശരിയാണ്. അതെ, അത് കറക്റ്റാണ്. നാർഷാനോ ജയിക്കട്ടെ. നാർഷാനോ നീ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും അറിയില്ല. എന്നാലും നമുക്ക് കുറച്ച് പവേഴ്സ് തരൂ എല്ലാവർക്കും. നാർഷാനോ, എല്ലാവരും പവേഴ്സ് ഉപയോഗിക്കൂ. നാർഷാനോ ജയിക്കട്ടെ. എല്ലാ പവേഴ്സ് എടുക്കാൻ നോക്കണം, ഒന്നൊന്ന് കാണട്ടെ. എല്ലാവരും പവേഴ്സ് കഴിയോ? വിടൂ. പക്ഷെ യെല്ലോ പവേഴ്സ് എത്ര വേണം? 2 കിട്ടിപ്പോയി. 2 യെല്ലോ പവേഴ്സ്. ജെറ്റ് വരൂ, യെല്ലോ പവേഴ്സ് കിട്ടി. ഗുഡ് താങ്ക് യു. അവിടെ താങ്ക് യു. നിങ്ങൾ എല്ലാവരും ഇല്ലെങ്കിൽ അത് പറ്റില്ലായിരുന്നു. ഇനി JCB മാഷനും എത്രയും പെട്ടെന്ന് സുഖവും. ഇല്ല, അവരുടെ ശക്തികൾ നിന്ന് രക്ഷപ്പെട്ട് യെല്ലോ പവേഴ്സ് കൈക്കലാക്കിയിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് JCB മാഷനും സുഖവും.
ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു വഴിയുള്ള കുറച്ചും കൂടെ ഞാൻ ശക്തനാകണം. അത് എൻ്റെ മുത്തശ്ശൻ്റെ ഒരു മന്ത്രം കൊണ്ട്. ആ മന്ത്രമാണ് ജാൽ ജിൻ ജിൻ ഡോങ്. എൻ്റെ സ്റ്റൈൽ, പവേഴ്സ് എല്ലാം മാറി. എൻ്റെ വേഷം ഇപ്പോൾ കുറച്ച് ഭയങ്കരവും സിംഹത്തിൻ്റെ പോലെ. അപ്പോൾ നിങ്ങൾ ഈ കാര്യത്തിന് എന്ത് പറയുന്നു? നമുക്ക് JCB വേഷം സഹായിക്കാൻ ഇവിടെ തന്നെ നിന്നാലോ? ചെയ്യാല്ലേ ടീറു? ചെയ്യാം. എനിക്ക് നല്ല ഐഡിയ തോന്നുന്നു. കുറച്ച് ഫണ്ടാവുമല്ലോ. ചെയ്യാൻ തോന്നുന്നു. എന്ത് പറയുന്നു? ചെയ്യാം. ഓക്കെ, എല്ലാ പപ്പസ് കഴിവ് കാണിക്കും. ശരിയാവുണ്ട്. ഇനി കുറച്ച് നേരം ഉള്ളതൊന്നും ശരിയാകാൻ. എനിക്ക് എന്താ പറ്റിയത്? ഞാൻ എന്താ ഇവിടെ ചെയ്യണത്? ഞാൻ യുദ്ധത്തിലായിരുന്നില്ലേ? യുദ്ധത്തില് റീമാത എന്നെ കീഴടക്കില്ലേ? അപ്പൊ ഞങ്ങൾ എല്ലാ പവേഴ്സുകൊണ്ട് എന്നെ രക്ഷിച്ചു. ഓ നന്ദി. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ JCB ഇപ്പൊ ശരിയാവുമായി. JCB നമ്മൾ തോൽപ്പിച്ചില്ലേ? ഇവരാ നമ്മൾ രക്ഷിച്ചത്. എല്ലാ പവേഴ്സും ഉണ്ട്. വാ, താങ്ക് യു ചേട്ട്. എത്ര താങ്ക് യു പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. പക്ഷെ ആ റീമാർ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇതൊക്കെ അവസാനം വേണമല്ലേ? രാമസുന്ദർ നല്ല ആളായിരുന്നു. ശരി, നമുക്ക് നാളെ നോക്കാം കാര്യങ്ങൾ. ഇപ്പം എന്തായാലും ഇരുട്ടാകാറായി. പിന്നെ ഒരു കാര്യം, എല്ലാ പവേഴ്സ് കണ്ടുപിടിച്ച് നമ്മൾ പഴയത് പറഞ്ഞാൽ നമ്മൾ വീട്ടിലയച്ച ടീമില്ലേ, അവർ പിന്നെയും നമ്മളുടെ കൂടെ ചേരാൻ ആഗ്രഹിക്കേണ്ടത് നമ്മളുടെ യുദ്ധത്തിന്. അവർ വന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. എന്തായാലും കുറച്ച് ആളാവില്ലേ? അന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു വരാം. നാർഷാനും JCBക്ക് സുഖമായി. പിന്നെ ഓക്കെ ഒന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടതില്ലേ? റീമാത് നാളെ എന്തായാലും വരും. അപ്പോൾ നമുക്ക് കീഴടക്കാം. ഇന്നത്തേക്ക് ഇത്രയും.